ഈ കെട്ടിടത്തിന് പുറമെ ഇപ്പൊ ഈ വർണ്ണക്കൂടാരം, അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരം യാഥാർത്ഥ്യമായി. ഇനിയും വികസന പദ്ധതികൾ നമ്മുടെ വിദ്യാലയത്തെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെന്റ് ഏറ്റവും കൂടുതലുള്ള PTA ആണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് സ്കൂളുകളാണുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് ഈ കിടായൂർ സ്കൂൾ. ഞാൻ ജനപ്രതിനിധിയായി വന്ന ഉടനെ എന്റെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പൂട്ടിപ്പോകാൻ പോയ ഒരു വിദ്യാലയമായിരുന്നു നമ്മുടെ GMLP സ്കൂൾ, പോലീസ് സ്റ്റേഷനടുത്തുള്ള സ്കൂൾ. നല്ല കെട്ടിടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ പലരും കുട്ടികളുടെ അത് പൂട്ടാൻ തീരുമാനിച്ച സ്കൂളാണ്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ട് ഏതാണ്ട് 70-ൽ താഴെ 60-നോടടുത്ത കുട്ടികളായിരുന്നു. അങ്ങനെ ആലിക്കപ്പറമ്പ് സ്കൂൾ ഉണ്ടായിരുന്നു, നമ്മുടെ കള്ളാടിപ്പറ്റ സ്കൂൾ ഉണ്ടായിരുന്നു, വള്ളൂർ സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്കൂളുകളുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ള പലയിടത്തും ജനതാ സ്കൂളിൽ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുകയും ഈ മുഴുവൻ വിദ്യാലയങ്ങളിലും ഒന്നിലധികം കെട്ടിടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കെട്ടിടം ഈ കാലയളവിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്.